ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ഗിരിരാജൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ആ മനുഷ്യനെ ഈ വീടിനകത്തോട് കയറ്റരുത്. എന്ത് കാണോ? എന്ത് കാണണം? എന്ത് പ്രശ്നം? ഇവിടെ കാലത്ത് അങ്ങേര് വന്നിറങ്ങിയപ്പോ എന്തോ ഉടായിപ്പോട്ടാണ് വന്നത്. എന്താ പ്രശ്നമുണ്ട്? അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്താ അമ്മാവാന്ന് ചോദിച്ചപ്പോ ഒരു മൈൻഡും ചെയ്യാതെ വാക്കനൊക്കെ നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാൻ പറ്റും. കനകനെ വിളിച്ചോണ്ട് പോയി. നിങ്ങൾ അറിയേണ്ട കാര്യമായിരിക്കൂല അതുകൊണ്ട്. അറിയണ്ട. എന്ത് മോശം? അറിയേണ്ട കാര്യമാണല്ലോ, അറിയണ്ടാത്ത കാര്യമല്ലോ. ഒരാളൊരു കാര്യം ചോദിച്ചാൽ മറുപടി പറയണ്ടേ? അതിന്റെ മറുപടി പറയാത്ത കയ്യിലിരിപ്പിന്റെ. എന്താ കയ്യിലിരിപ്പടി? എന്താ കയ്യിലിരിപ്പ്? അനന്തരവളെ കെട്ടി അനന്തരവനല്ലേ? അപ്പൊ പറയണ്ടേ? അതുമല്ലേ 4 പേര് അറിയുന്ന ഒരു പ്രമുഖനല്ലേ? ഇനി അതും അല്ലെങ്കിൽ കൊടങ്ങാങ്ങള റൊണാൾഡിന്റെ ചേട്ടനല്ലേ? ഇനി അതെല്ലാം അതും അല്ലെങ്കിൽ ഇങ്ങോരൊന്നും അല്ല. അതുകൊണ്ട് അവൻ പറഞ്ഞാൽ എന്തടി തെറ്റ്? എന്താണ് തെറ്റ്? എന്ത് അതല്ല ഇത് ഞാൻ പറഞ്ഞു. എനിക്ക് മാനസികമായിട്ട് എന്ത് വിഷമമുണ്ടായെന്ന് ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. നമ്മുടെ കുടുംബക്കാരെങ്ങനെ നമ്മളെ ചവിട്ടിക്കാത്ത് ഇവിടെ ഇട്ടേക്കാണല്ലോ. അച്ഛമ്മ കരയാതെ അച്ഛമ്മ, ഇതൊക്കെ നിങ്ങൾ റെഡിയാവും. ആര് കരയണം? ഞാൻ കരയണമെന്നില്ല. ഇപ്പൊ അങ്ങേര് കരഞ്ഞോണ്ടിറങ്ങും. അവൻ്റെ അടുത്ത് പോയിട്ട് ആ കാര്യം നടക്കൂല. കരഞ്ഞോണ്ടിറങ്ങും. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഒത്തിരി നാളായി ഒരു വയോവൃത്തന്റെ ദീന രോദനം കേട്ടു. 2 പേരും ഇവിടെ തന്നെ കിടന്ന് ഈ ഞെരിഞ്ഞമർന്ന് ഇങ്ങനെ കിടക്കണ എന്താണെന്നറിയാമോ? 2ന്റെ മനസ്സ് കൊള്ളൂല. നിങ്ങൾ 2 ഒരു കാലം. അതുകൊണ്ടല്ല ഈ കുടുംബത്തിൽ നിന്നെയൊക്കെ പോലുള്ള കുറെ ഇടുങ്ങിയ ചിന്താഗതി, നെഗറ്റീവ് ചിന്താഗതിക്കാർ ഉള്ളിടത്തോളം ഞങ്ങൾ നന്നാവൂല. 2 വിശാലമാര് പൊക്കോ. കിട്ടിയല്ലേ? വേണം, അത് തന്നെ വേണം. കാല് തട്ടിയില്ലേ? മോനെ, കാലത്ത് നീ എങ്ങോട്ടാ? സെക്രട്ടറിയേറ്റ് പോയിട്ട് എപ്പോ വരും? 2 ദിവസം കഴിഞ്ഞേ വരും. അതെ എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടേ. ഹലോ, തൽക്കാലം ജനസേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. നീ ഉണ്ടായിരിക്കടാ. ഞാൻ അവിടെ സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടയ്ക്ക് സംസാരിക്കുന്നു? അമ്മാവൻ വെറുതെ വായിട്ട് അലക്കണ്ട, വിളിക്കണ്ട. ക്ലീറ്റോ നോക്കൂല്ല. അതെന്താ കാര്യം? അതാന്ന് ഞാൻ പറയണോ? ക്ലീറ്റോ ആദ്യം അമ്മാവനെ വിളിച്ചപ്പോഴത്തേക്കും അമ്മാവൻ വലിയ ജാട കാണിച്ച് അകത്തോട്ട് കയറിപ്പോയി. ക്ലീറ്റോനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല അതെന്തുകൊണ്ടാന്നറിയോ ചേച്ചി? ചമ്മല് കൊണ്ടാ. 2 ലക്ഷം രൂപ കൊണ്ടുപോയി വെള്ളത്തിൽ കളഞ്ഞിട്ട് വന്നേക്കുവാ. അമ്മാവനാ? എവിടെ കൊണ്ടുപോയി കളഞ്ഞ്? ക്ലീറ്റോ ചേട്ടനെ കുറച്ച് ദിവസത്തിന് മുമ്പ് അമ്മാവനോട് ഒരു 10,000 രൂപ ചോദിച്ചു. അപ്പൊ അമ്മാവൻ പറഞ്ഞു എന്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഏതോ ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി അമ്മാവൻ രഹസ്യമായിട്ട് 2 ലക്ഷം രൂപ ടോക്കൺ കൊടുത്ത് സ്ഥലം വാങ്ങിക്കാനായിട്ട്. അത് പോയി കിട്ടി. അത് പോയാ? എന്താ പറ്റി? എന്റെ കനകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പണി പാളി കഴിഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ടല്ലേ ഇന്ന് ഇവിടെ വന്നത്. ഏട്ടനോട് ഇപ്പഴാ പറഞ്ഞത്. ഏട്ടൻ അപ്പഴേ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്ലീറ്റോ ചേട്ടനോട് പറയാൻ എന്തെങ്കിലും മാർഗം കാണുമെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ക്ലീറ്റോ ചേട്ടനോട് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ക്ലീറ്റോ മച്ചമ്പി വിചാരിച്ച ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കനകമച്ചമ്മയുടെ ഒരു കൂട്ടുകാരന്റെ വിഷയം നിസാറോ ഒറ്റ കോളിലാണ് തീർത്തു കൊടുത്തേ. ആ വിത്തേ കൊടങ്ങാള കുടുംബത്തിലെ അത് അങ്ങോട്ട് തള്ളിക്കയറ്റി വെച്ചു. എന്താ പറഞ്ഞ സത്യോ? അമ്മാവാ, എനിക്ക് തോന്നണില്ല ക്ലീറ്റോനകത്ത് ഇടപെടുമെന്ന്. ഇടപെടരുത്, അതാണ് എന്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞെങ്ങനാ? എനിക്കൊരു ആവശ്യം വന്നാൽ പിന്നെ ഞാനിത് ആരോടാ പറയാ? ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സിൽ. ഒന്ന് പൊട്ടിക്കറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നും മിണ്ടായിരിക്കാ ചേട്ടൻ. 2 ലക്ഷം രൂപ പോയതിന്റെ സങ്കടത്തിൽ നിൽക്കുവാണ്. ഇപ്പോഴാണ് പൊട്ട ഡയലോഗ് വിളിച്ചത്. സാരമില്ല. ദേ അമ്മാവാ, സമാധാനപ്പെട്ടിരിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് ഇവിടെ നിക്കാൻ തോന്നില്ല റൊണാൾഡെ. സാധാരണ ഇങ്ങനെ പൈസ പോകുന്ന സാഹചര്യങ്ങളിലെ ഏതെങ്കിലും ഒരു ബാറിന്റെ വെളിച്ചമില്ലാത്ത ടേബിളിൽ പോയിരുന്ന ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു കാൻഡിൽ ലൈറ്റ് പകടിച്ചാലാ? ലക്ഷം രൂപയും കൊണ്ട് കളഞ്ഞിട്ട് മറ്റമ്മയുടെ കാല് പിടിക്കാൻ വന്നേക്കുന്നു. അയ്യേ.